യെസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കിങ്ഡം ഫഞ്ചിയെ കുറിച്ചാണ് പഠിച്ചത്. കിങ്ഡം ഫഞ്ചിയിൽ റീപ്രൊഡക്ഷൻ ഇൻ കിങ്ഡം ഫഞ്ചി അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ രണ്ട് ടേംസ് നമ്മൾ പഠിക്കേണ്ടത്, ഒന്ന് പ്ലാസ്മോഗമി, രണ്ട് കാരിയോഗമി. ഇങ്ങനെയുള്ള രണ്ട് ടേംസ് അതിനകത്ത് വരും. അതിലെന്താണ് ഈ പ്ലാസ്മോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് കാരിയോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പ്ലാസ്മോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈറ്റോപ്ലാസത്തിന്റെ അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസത്തിന്റെ ഫ്യൂഷനെയാണ്. സൈറ്റോപ്ലാസം, ദി ഫ്യൂഷൻ ഓഫ് ദി സൈറ്റോപ്ലാസം ഈസ് കോൾഡ് പ്ലാസ്മോഗമി. എപ്പോഴാണ് ഈ പ്ലാസ്മോഗമി നടക്കുക? ഗമേറ്റിക് ഫ്യൂഷൻ അല്ലെങ്കിൽ രണ്ട് ഫിലമെന്റുകൾ സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് രണ്ട് ഗമേറ്റുകൾ അതല്ലെങ്കിൽ രണ്ട് ഫിലമെന്റുകൾ അടുത്തടുത്തേക്ക് വളർന്നു വരികയും, അതിന്റെ ഇപ്പൊ രണ്ട് ഫിലമെന്റുകൾ ഫംഗൽ ഹൈഫ ഇങ്ങനെ വളർന്നു വരികയാണ്. അങ്ങനെ ഫംഗൽ ഹൈഫ അടുത്തടുത്തേക്ക് വളർന്നു വരികയും അതിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഡിസിന്റിഗ്രേറ്റ് ചെയ്തിട്ട് അതിന്റെ രണ്ട് സെല്ലുകളുടെയും സൈറ്റോപ്ലാസം മിക്സ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് രണ്ട് ഫംഗൽ ഹൈഫ അടുത്തടുത്ത് വളർന്നു വരികയും, അങ്ങനെ വളർന്നു വന്നതിന് ശേഷം അവിടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഡിസിന്റിഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ മിക്സിംഗ് അപ്പ് ഓഫ് ദി സൈറ്റോപ്ലാസം സംഭവിക്കുകയും ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് പ്ലാസ്മോഗമി എന്ന് പറയുന്നത്. പ്ലാസ്മോഗമി ആണ്. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കാരിയോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫംഗസില് സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ആദ്യം പ്ലാസ്മോഗമി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഫ്യൂഷൻ നടക്കുന്നത് ഈ രണ്ട് ന്യൂക്ലിയസുകളുടെ ഫ്യൂഷനാണ്. അപ്പോൾ ഇവിടെ ഒന്ന് പ്ലസ് സ്ട്രെയിൻ ആയിരിക്കും, ഒന്ന് മൈനസ് സ്ട്രെയിൻ ആയിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് സ്ട്രെയിനുകളിൽപ്പെട്ട രണ്ട് ഫിലമെന്റുകൾ അടുത്തടുത്ത് വരികയും അവിടെ വെച്ച് അതിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഡിസിന്റിഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ചാനൽ ഫോം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിനകത്ത് സൈറ്റോപ്ലാസത്തിന്റെ മിക്സിംഗ് അവിടെ നടക്കും. അതിനെ നമ്മൾ പ്ലാസ്മോഗമി എന്ന് പറഞ്ഞു. ഇനി ഈ ന്യൂക്ലിയസുകൾ ഫ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഈ രണ്ട് ന്യൂക്ലിയസ് കൂടി ഫ്യൂസ് ചെയ്ത് ഒരു സിംഗിൾ ന്യൂക്ലിയസ് ഫോം ചെയ്യും. അതിനെയാണ് കാരിയോഗമി എന്ന് പറയുന്നത്. അപ്പോൾ റീപ്രൊഡക്ഷൻ ഇൻ ഫഞ്ചിയിലെ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുക? അതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ടേംസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഒന്ന് പ്ലാസ്മോഗമിയും രണ്ടാമത്തത് കാരിയോഗമി. അതും റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കേണ്ടുന്ന രണ്ട് ടേംസ് ആണ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് ഫംഗസിന്റെ ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഫഞ്ചി, ഫംഗസിന്റെ ക്ലാസിഫിക്കേഷൻ. ഫംഗസുകൾ പ്രധാനമായിട്ടും ഒന്ന് ഫൈക്കോമൈസീഡ്സ് എന്നും രണ്ട് ആസ്കോമൈസീഡ്സ് എന്നും മൂന്ന് ബസിഡിയോമൈസീഡ്സ് എന്നും ഡിറ്റിറോമൈസീഡ്സ് എന്നും ഇങ്ങനെ നാലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഫംഗസുകളിൽ പ്രധാനമായിട്ടും നാലായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫൈക്കോമൈസീഡ്സ്, അതല്ലെങ്കിൽ ആൽഗൽ ഫഞ്ചി. രണ്ടാമത്തത് ആസ്കോമൈസീഡ്സ്, അതല്ലെങ്കിൽ സാക്ക് ഫഞ്ചി. മൂന്നാമത്തത് ബസിഡിയോമൈസീഡ്സ്, അതല്ലെങ്കിൽ ക്ലബ് ഫഞ്ചി. ഇനി ഡിറ്റിറോമൈസീഡ്സ് അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ഫഞ്ചി.
ഇംപെർഫെക്റ്റ് ഫംഗ്ഷൻ. അപ്പൊ അങ്ങനെ പ്രധാനമായിട്ടും 4 വിഭാഗങ്ങളായിട്ടാണ് ഫംഗസുകളെ തരം തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് ഫൈക്കോമൈസീഡ്സ് അല്ലെങ്കിൽ ആൽഗൽ ഫംഗി, രണ്ടാമത്തത് ആസ്കോമൈസീഡ്സ് അല്ലെങ്കിൽ സാക്ക് ഫംഗി, മൂന്നാമത്തത് ബസിലിയോമൈസീഡ്സ് അല്ലെങ്കിൽ ക്ലബ് ക്ലബ് ഫംഗി, അതുപോലെ തന്നെ ഡിറ്ററോമൈസീഡ്സ് അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ഫംഗി. ഇങ്ങനെ 4 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ഒന്നാമത്തത് ഫൈക്കോമൈസീഡ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഫംഗസ് ആണ്. ഫൈക്കോമൈസീഡ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഫംഗസുകളിൽ അക്വാട്ടിക് ആയിട്ടുള്ള ഹാബിറ്റാറ്റോട് കൂടിയവ ഉണ്ടായിരിക്കും, ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റോട് കൂടിയതും ഉണ്ടായിരിക്കും. എന്താണ് ഈ അക്വാട്ടിക് ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അക്വാട്ടിക് ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ലിവിങ് ഇൻ വാട്ടറിൽ ജീവിക്കുന്ന ഫോംസ് ഉണ്ട്. അതുപോലെ തന്നെ ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിൽ കരയിൽ ജീവിക്കുന്ന വിഭാഗങ്ങൾ ഉണ്ട്. ഫംഗസുകൾ എല്ലാം തന്നെ ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് എന്ന് നമുക്കറിയാം. അതിൽ സമാർ പാരസൈറ്റിക് ആണ്, സമാർ സാപ്രോഫൈറ്റിക് ആണ്, പിന്നെ സമാർ സിംബയോട്ടിക് ആണ്. ഈ 3 ടേംസും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതില് ഈ ഫൈക്കോമൈസീഡ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രത്യേകത, അതിന്റെ മൈസീലിയം എന്ന് പറയുന്നത്, ഫംഗലിന്റെ ബോഡി ആണ് മൈസീലിയം എന്ന് പറയുന്നത്. അതിന്റെ മൈസീലിയം എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് എന്ന് നോക്കി കഴിഞ്ഞാൽ ഈ മൈസീലിയം എന്ന് പറയുന്നത് എസെപ്റ്റേറ്റ് മൈസീലിയം ആയിരിക്കും. എസെപ്റ്റേറ്റ് മൈസീലിയം എന്താണ്? എസെപ്റ്റേറ്റ് മൈസീലിയം നമ്മൾ പഠിച്ചുകൊണ്ട് 2 തരത്തിലുള്ള മൈസീലിയം പഠിച്ചുകൊണ്ട്, ഒന്ന് എസെപ്റ്റേറ്റ് മൈസീലിയവും ഒന്ന് സെപ്റ്റേറ്റ് മൈസീലിയവും. ഇങ്ങനെ സെപ്റ്റം അല്ലെങ്കിൽ ക്രോസ് വാൾസ് ഉള്ള മൈസീലിയം, സെപ്റ്റം അല്ലെങ്കിൽ ക്രോസ് വാൾസ് കുറുകെയുള്ള ഭിത്തികൾ ഉള്ള കോശഭിത്തികൾ ഉള്ള മൈസീലിയം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കുറുകെയുള്ള കോശഭിത്തികൾ ഇല്ലാത്ത കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ട്യൂബ് പോലെ ഉള്ള മൈസീലിയവും ഉണ്ടായിരിക്കും. അപ്പോ ഈ മൈസീലിയത്തിനെ, അതായത് എസെപ്റ്റേറ്റ് മൈസീലിയത്തിനെ, സെപ്റ്റം ക്രോസ് വാൾസ് ഇല്ലാത്ത മൈസീലിയത്തിനെ ആണ് നമ്മൾ എസെപ്റ്റേറ്റ് മൈസീലിയം എന്ന് പറയുന്നത്. അപ്പോ എസെപ്റ്റേറ്റ് മൈസീലിയം, എസെപ്റ്റേറ്റ് അല്ലെങ്കിൽ സീനോസൈറ്റിക് എന്ന് പറയും. സീനോസൈറ്റിക് മൈസീലിയം. അപ്പോ എസെപ്റ്റേറ്റ് മൈസീലിയം അല്ലെങ്കിൽ സീനോസൈറ്റിക് മൈസീലിയം എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരിക്കും എവിടെ ഉണ്ടായിരിക്കുക? ഫൈക്കോമൈസീഡ്സിൽ ഉണ്ടായിരിക്കുക. ഫൈക്കോമൈസീഡ്സിൽ അതിന്റെ ഒരു പ്രത്യേകത എസെപ്റ്റേറ്റ് മൈസീലിയമാണ്. അതിനകത്ത് ന്യൂമറസ് ന്യൂക്ലിയൈ ഉണ്ടായിരിക്കും. അപ്പോൾ ന്യൂക്ലിയൈ ആർ സീൻ ഇൻ ദി സൈറ്റോപ്ലാസം. ദേ ആർ ഫ്ലോട്ടിംഗ് ഇൻ ദി സൈറ്റോപ്ലാസം. ആ സൈറ്റോപ്ലാസത്തിനകത്ത് നിരവധി ന്യൂക്ലിയസുകളിലെ ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ മൈസീലിയം കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എസെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ. എസെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ മേ ബി ബൈ സൂസ്പോർ ഫോർമേഷൻ. സൂസ്പോർ എന്ന് പറയുന്ന ചില സ്പോറുകൾ, സൂസ്പോറുകൾ എന്ന് പറഞ്ഞാൽ മോട്ടൈൽ സ്പോർസ് ആണ്. സൂസ്പോർസ് ആർ മോട്ടൈൽ സ്പോർസ്. മോട്ടൈൽ മൂവ് ചെയ്യുവാൻ ശേഷിയുള്ള ചില സ്പോറുകൾ ഇങ്ങനെ ഫോം ചെയ്യും. ഇങ്ങനെ മൂവ് ചെയ്യുവാൻ ശേഷിയുള്ള സ്പോറുകൾ, അതിനെയാണ് സൂസ്പോർസ് എന്ന് പറയുന്നത്. അങ്ങനെ സൂസ്പോറിന്റെ ഫലമായിട്ട് ഉണ്ടാകാം. അതല്ലെങ്കിൽ അപ്ലാനോസ്പോർസ് എന്ന് പറയുന്ന നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്പോറുകൾ. അപ്പൊ അങ്ങനെയുള്ള നോൺ മോട്ടൈലും മോട്ടൈലുമായിട്ടുള്ള സ്പോറുകളുടെ ഫലമായിട്ട് അവിടെ റീപ്രൊഡക്ഷൻ, എസെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കാം. അപ്പോൾ എസെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ എസെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സൂസ്പോർ, മോട്ടൈൽ ആയിട്ടുള്ള സ്പോറുകൾ മുഖേന ആയിരിക്കാം. അതല്ലെങ്കിൽ അപ്ലാനോസ്പോർസ് എന്നൊക്കെ പറയുന്ന നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്പോറിന്റെ ഫലമായിട്ട് ഉണ്ടാകാം. സോ ദാറ്റ് ഈസ് സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ. മറ്റൊരു പ്രത്യേകത, സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് സൈഗോസ്പോർ എന്ന് പറയുന്ന ഒരു സ്പോർ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. സൈഗോസ്പോർ എന്ന് പറയുന്ന ഒരു സ്പോർ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും. സൈഗോസ്പോർ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ശരിക്കും സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്. അത് സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷന്റെ ഫലമായിട്ടാണ് ഉണ്ടാകുക.
അപ്പോൾ എസെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു സൂസ്പോർ ഫോർമേഷൻ നടക്കാം, അല്ലെങ്കിൽ അപ്ലാനോസ്പോർസ് എന്ന് പറയുന്ന നോൺ മോട്ടൈൽ സ്പോർട്സിൽ അവിടെ ഡെവലപ്പ് ചെയ്യാം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ഇനി സൈഗോസ്പോർ എന്ന് പറയുന്ന സ്പോർ ഡെവലപ്പ് ചെയ്യുന്നത് എപ്പോഴാണ്? സൈഗോസ്പോർ ഈസ് ഡെവലപ്പ് ഡ്യൂറിംഗ് സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ. സെക്സ്വൽ റീപ്രൊഡക്ഷൻ, അങ്ങനെ സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു സൈഗോട്ട് ഫോം ചെയ്യുകയും, ഇവിടെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രണ്ട് സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് രണ്ട് ഫംഗൽ ഹൈഫ അടുത്തടുത്തേക്ക് വരികയും അവിടെ അതിന്റെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഡിസിന്റിഗ്രേറ്റ് ചെയ്യുകയും അവിടെ ഈ പറഞ്ഞ രണ്ട് ന്യൂക്ലിയസുകൾ കൂടി ചേർന്ന് ഒരു സൈഗോട്ട് ഫോം ചെയ്യുകയും ഈ സൈഗോട്ടിന് ചുറ്റിലുമായിട്ട് ഒരു തിക്ക് വാൾ സെക്രീറ്റ് ചെയ്യുകയും അങ്ങനെ തിക്ക് വാൾ സെക്രീറ്റ് ചെയ്തിട്ട് ഒരു റെസ്റ്റിംഗ് സ്പോർ ആയിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ ഈ റെസ്റ്റിംഗ് സ്പോറിനെ ആണ് സൈഗോസ്പോർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിൽ ഒരെണ്ണം പ്ലസ് സ്ട്രെയിനും ഒരെണ്ണം മൈനസ് സ്ട്രെയിനും ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഈ രണ്ട് ഫംഗൽ ഹൈഫ ഡ്യൂറിംഗ് സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇത് ഇങ്ങനെ അടുത്തടുത്തേക്ക് വളർന്നു വരികയും അതിനകത്തുള്ള ന്യൂക്ലിയസുകൾ കൂടി ചേർന്നിട്ട് ഒരു സൈഗോട്ട് ഫോം ചെയ്യുകയും ആ സൈഗോട്ട് ഒരു secretes a thick wall around it. It secretes a thick wall around it and form a resting spore which is called the zygospore. അതിനെയാണ് സൈഗോസ്പോർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സൈഗോസ്പോർ ഫേവറബിൾ കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് അവിടെ മിയോസിസ് നടക്കുന്നതിന്റെ ഫലമായിട്ട്, മിയോസിസ് അല്ലെങ്കിൽ ഊനഭംഗം നടക്കുന്നതിന്റെ ഫലമായിട്ട് അവിടെ നിന്ന് പുതിയ സെല്ലുകൾ ഉണ്ടാകുകയും ആ സെല്ലുകൾ പിന്നെ പുതിയ ഒരു സ്ട്രക്ചറായിട്ട് ഏരിയൽ സ്ട്രക്ചറായിട്ട് ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്ന് സ്പോറുകൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ ഇതിനകത്ത് സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നടക്കുന്ന സമയത്ത് സൈഗോസ്പോർ എന്ന് പറയുന്ന ഒരു റെസ്റ്റിംഗ് സ്പോർ അവിടെ ഉണ്ടാകുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തും അവിടെ ഈ പറഞ്ഞ സ്പൊറാൻജിയോസ്പോർസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്പൊറാൻജിയോ 4 എന്ന് പറയുന്ന ഒരു ഏരിയൽ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുകയും ഇങ്ങനെ ഒരു ഏരിയൽ സ്ട്രക്ചർ ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുകയും ആ ഏരിയൽ സ്ട്രക്ചറിന്റെ ടിപ്പിലായിട്ട് സ്പൊറാൻജിയ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും, അതിൽ നിന്ന് സ്പോറുകൾ ഉണ്ടാകുകയും ചെയ്യും. ഇവിടെ നിന്ന് സ്പോറുകൾ ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ ഇതിനകത്താണ് സ്പോറുകൾ, സ്പോർ പ്രൊഡ്യൂസിങ് ഓർഗൻ ആണ് ഈ പറഞ്ഞ സ്പൊറാൻജിയം എന്ന് പറയുന്ന സ്ട്രക്ചർ. അതിനെ എന്ത് ചെയ്യുക, സസ്പെൻഡ് ചെയ്യുക, താങ്ങി നിർത്തുന്ന ഒരു സ്ട്രക്ചറാണ് എന്ന് പറയുക സ്പൊറാൻജിയോ 4 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇത് നമ്മുടെ ഫംഗൽ മൈസീലിയം ആണ്, ഫംഗൽ മൈസീലിയം. അപ്പൊ അങ്ങനെയുള്ള ഏരിയൽ സ്ട്രക്ചേഴ്സ് ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അത് ഫൈക്കോമൈസീസ് എന്ന് പറയുന്ന ഈ വിഭാഗത്തിന്റെ ഒരു പ്രത്യേകത ആണ്. സോ ദാറ്റ് ഈസ് ഫൈക്കോമൈസീസ്. രണ്ടാമത്തത് ആസ്കോമൈസിസ്. എന്ന് പറയുന്ന വിഭാഗത്തിൽ അല്ലെങ്കിൽ സാക് ഫംജി. അപ്പൊ ഈ ഫൈക്കോമൈസിസ് ഒന്ന് രണ്ട് എക്സാമ്പിൾ കൂടി നമുക്ക് വേണമെങ്കിൽ ഓർക്കാം. ഫൈക്കോമൈസിസിന് എക്സാമ്പിൾ റൈസോപ്പസ്, അതുപോലെ തന്നെ മ്യൂക്കർ എന്നൊക്കെ പറയുന്നത് ഫൈക്കോമൈസിസ് അല്ലെങ്കിൽ ആൽഗൽ ഫംജിക്ക് എക്സാമ്പിൾ ആണ്. അപ്പോൾ റൈസോപ്പസ്, മ്യൂക്കർ തുടങ്ങിയവരുടെ പ്രത്യേകത ആണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ അടുത്തത് ആസ്കോമൈസിസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഫംഗസ് ആണ്. ആസ്കോമൈസിന്റെ പ്രത്യേകത അതിനെ സാക് ഫംജി എന്നാണ് വിളിക്കുക. സാക് ഫംജി എന്ന് പറയാനുള്ള കാരണം അതിനകത്ത് സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുകയും ആ സാക്ക് ലൈക്ക് സ്ട്രക്ചറിന്റെ ഉള്ളിലായിട്ടാണ് അതിന്റെ സ്പോറുകൾ ഉണ്ടാകുകയും ചെയ്യുന്നത്. സ്പോറുകൾ, ഇങ്ങനെയുള്ള സ്പോറുകൾ ഉണ്ടാകുന്നത് ഈ സാക്ക് ലൈക്ക് സ്ട്രക്ചറിന്റെ ഉള്ളിലാണ്. അങ്ങനെ സാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാകുകയും എന്ന് പറഞ്ഞാൽ ഒരു സഞ്ചി പോലെയുള്ള ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിലായിട്ട് സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷന്റെ ഫലമായിട്ട് സ്പോറുകൾ ഫോം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ് ആസ്കോമൈസിസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉള്ളത്.
ഈ ആസ്കോമൈസിസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പല ഫംഗസുകളും പാരസൈറ്റിക് ആകാം, അത് സാപ്രോഫൈറ്റിക് ആകാം, അതുപോലെ തന്നെ മറ്റ് ജീവികളുടെ ഒക്കെ എസ്ക്രീറ്റയിൽ ജീവിക്കുന്ന ഓർഗാനിസം ആണ് ആസ്കോമൈസിസ്. ആസ്കോമൈസിസിന്റെ പ്രത്യേകത അത് മൾട്ടിസെല്ലുലാർ ആണ്. അതിന്റെ ഫംഗൽ മൈസീലിയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സെപ്റ്റം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സെപ്റ്റ ഉണ്ടായിരിക്കും. സെപ്റ്റേറ്റ് മൈസീലിയം ആണ് മറ്റൊരു പ്രത്യേകത. സോ ഇതിന്റെ ആസ്കോമൈസിസിനെ സംബന്ധിച്ച് സെപ്റ്റേറ്റ് ആണ്, മൈസീലിയം ഈസ് സെപ്റ്റേറ്റ്, സെപ്റ്റേറ്റ് മൈസീലിയം ആണ്. പിന്നെ ഇത് എവിടെയൊക്കെ ജീവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അത് ഡിസിന്റിഗ്രേറ്റ് ചെയ്യുന്ന ഡെഡ് ആൻഡ് ഡീക്കേയിങ് മെറ്റീരിയൽസിൽ കൂടാണ്. സാപ്രോഫൈറ്റിക് ആണ്, പൊതുവെ സാപ്രോഫൈറ്റിക് ആണ്. ഇറ്റ് മേ ബി സാപ്രോഫൈറ്റിക്, പാരസൈറ്റിക് and coprophilous. Coprophilous എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡങ്ങില്, കൗ ഡങ് തുടങ്ങിയുള്ള എസ്ക്രീറ്റ ഓഫ് അതർ അനിമൽസ്, മറ്റ് അനിമൽസിന്റെ എസ്ക്രീറ്റയിലും ഒക്കെ ജീവിക്കുന്ന ഒരു ഫംഗസ് ഇനമാണ് ഈ ആസ്കോമൈസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, എക്സാമ്പിൾസ് നമുക്ക് പഠിക്കാൻ കഴിയും. എക്സാമ്പിൾ എന്ന് പറയുന്നത് പെനിസിലിയം, ന്യൂറോസ്പോറ, അതുപോലെ തന്നെ ഈസ്റ്റ്, കോമൺ ഈസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് ഒരു യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആസ്കോമൈസിസ് ആണ്. ആസ്കോമൈസിസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂറോസ്പോറ എന്ന് പറയുന്നതും പെനിസിലിയം എന്ന് പറയുന്നത്, പെനിസിലിയം എന്ന് പറയുന്ന ഒരു ഫംഗസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പെനിസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ആ സ്പീഷീസിൽ നിന്നാണ് പെനിസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് വേർതിരിച്ച് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫംഗസ് ആണ് പെനിസിലിയം. അപ്പോൾ ആസ്കോമൈസിസ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് അത് പെടുന്നത്. അത് സാപ്രോഫൈറ്റിക് ആണ്, പാരസൈറ്റിക് ആണ്, കോപ്രോഫിലസ് ആണ്. ഇനി അതിന്റെ എസെക്സ്വൽ മെത്തഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ബൈ കൊണീഡിയ ഫോർമേഷൻ. Asexual method of reproduction is by conidia formation. Asexual method of reproduction is by conidia formation. So for example, ഈ പെനിസിലിയം എന്ന് പറയുന്ന ആ ഒരു ഫംഗസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ ഏരിയലായിട്ട് കാണപ്പെടുന്ന എക്സോജിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ചില സ്ട്രക്ചേഴ്സ് കാണുന്നു. ചെറിയ ചെറിയ കൊണീഡിയ എന്ന് പറയുന്നത് ചുവട്ടിലായിട്ടും വലിയ വലിയ കൊണീഡിയ എന്ന് പറയുന്നത് ടിപ്പിലായിട്ടും വരത്തക്ക രീതിയിൽ ഉള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കൊണീഡിയ എന്ന് പറയുന്ന ചില സ്ട്രക്ചേഴ്സ് ഇതിലൂടെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ പെനിസിലിയം എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കൊണീഡിയ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഇതുപോലുള്ള സ്പോറുകൾ എക്സോജിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും, വെച്ചാൽ പുറമേക്കായിട്ട് ഉണ്ടാകും. അങ്ങനെ ഉള്ള ഒരു എസെക്സ്വൽ മെത്തഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ സെക്സ്വൽ മെത്തഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ടാകും. സെക്സ്വൽ മെത്തഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് ആസ്കോകാർപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിംഗ് ബോഡി ഡെവലപ്പ് ചെയ്യും. സെക്സ്വൽ മെത്തഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ആസ്കോകാർപ്പ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുകയും ആസ്കോകാർപ്പിനകത്താണ് ധാരാളമായിട്ട് ആസ്കേ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ടാകുന്നത്. ആസ്കേ എന്ന് പറഞ്ഞാൽ ഈ സാക്കലൈറ്റ് സ്ട്രക്ചർ, അതിനകത്ത് ആസ്കോസ്പോർസ് എന്ന് പറയുന്ന സ്പോറുകൾ ഇങ്ങനെ ഉണ്ടാകുന്നു. അപ്പോൾ അതാണ് സെക്സ്വൽ മെത്തഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ആസ്കോകാർപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിംഗ് ബോഡി ഏരിയലായിട്ട് ഡെവലപ്പ് ചെയ്യുകയും അതിനകത്ത് നിരവധി ആസ്കൈ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ്, ആസ്കസ് സിംഗുലർ, ആസ്കസ് എന്ന് പറയുന്ന സിംഗുലർ ആസ്കസ് സ്ട്രക്ചർ, അതുപോലെ നിരവധി ആസ്കൈ ധാരാളമായിട്ട് ഉണ്ടാകുകയും
അതിനുള്ളിലായിട്ട് സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷന്റെ ഫലമായിട്ട് ഇങ്ങനെയുള്ള ആസ്കോസ്പോർസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. ആസ്കോസ്പോർസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അതാണ് ആസ്കോമൈസീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ അടുത്ത വിഭാഗം എന്ന് പറയുന്നത് ബസീഡിയോമൈസിസ് ആണ്. ബസീഡിയോമൈസിസ് അല്ലെങ്കിൽ ക്ലബ് ഫംജി എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ബസീഡിയോമൈസിസ് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത അതിന്റെ സെക്സ്വൽ, ഇതിനകത്തും നമ്മൾ പറഞ്ഞാൽ മൈസീരിയം എന്ന് പറയുന്നത് സെപ്പറേറ്റ് മൈസീരിയം തന്നെയാണ്. അതിന്റെ ബ്രാഞ്ച് ആൻഡ് റീബ്രാഞ്ച് സ്ട്രക്ചർ. അതിന് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് അഗാരിക്കസ്, പക്സീനിയ, ഇവയൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ബസിഡിയോമൈസിസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഫംഗസിന് എക്സാമ്പിൾ ആണ് അഗാരിക്കസ്, പക്സീനിയ തുടങ്ങിയവ. ഇതിനകത്ത് മഷ്റൂം എന്ന് പറയുന്ന കോമൺ മഷ്റൂം എന്ന് പറയുന്നത് ഇതിനകത്ത് പഫ് ബോൾ എന്നൊക്കെ പറയുന്നതൊക്കെ ഈ വിഭാഗത്തിൽ പെടുന്ന ഓർഗാനിസം ആണ്. അതിന്റെ ഫ്രൂട്ടിംഗ് കൂടിയാണ്. അപ്പോൾ ബസിഡിയോമൈസിസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഫംഗസിന്റെ ഫ്രൂട്ടിംഗ് ബോഡിയാണ് നമ്മൾ മഷ്റൂം എന്ന് പറയുന്നത്. ഏരിയൽ സ്ട്രക്ചർ അതിന്റെ ഒരു ഫ്രൂട്ടിംഗ് ബോഡി ആണ്. അപ്പോൾ ബസിഡിയോമൈസിസ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസം നമ്മൾ എടുത്താൽ, ഫംഗസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മൈസീരിയവും സെപ്റ്റേറ്റ് മൈസീരിയം ആണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എസെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ, എസെക്സ്വൽ സ്പോർട്സ് എന്ന് പറയുന്നത് ബസിഡിയോമൈസിസിൽ കണ്ടെത്തുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ്സിനകത്തൊന്നും തന്നെ എസെക്സ്വൽ സ്പോർട്സ് കണ്ടെത്തുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ എസെക്സ്വൽ സ്പോർട്സ് ആർ ആബ്സെന്റ്. അതിന്റെ ഒരു പ്രത്യേകതയാണ് എസെക്സ്വൽ സ്പോർട്സ് ആബ്സെന്റ്. ആസ്കോമൈസിസിന് നമ്മൾ പറഞ്ഞു, ഫൈക്കോമൈസിസിലും ആസ്കോമൈസിസിലും ഒക്കെ എസെക്സ്വൽ സ്പോർട്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇവിടെ ആസ്കോമൈസിസിൽ കൊണീഡിയ ഫോർമേഷൻ ഉണ്ട്, ഫൈക്കോമൈസിസിലാണെങ്കിൽ സൂസ്പോർ ഫോർമേഷൻ ഉണ്ട്. അതുപോലെ തന്നെ അപ്ലാനോസ്പോർസ് എന്ന് പറയുന്ന സ്പോറുകൾ അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. എസെക്സ്വൽ സ്പോർട്സ് എന്ന് പറയുന്നത് ബസിഡിയോമൈസിസിൽ ആബ്സെന്റ് ആണ്. ഇനി ഡ്യൂറിംഗ് സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ, സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഏരിയൽ സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ, ഡ്യൂറിംഗ് സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഏരിയൽ സ്ട്രക്ചേഴ്സ് ലൈക്ക് അഗാരിക്കസ്. അഗാരിക്കസിന് നമുക്ക് ഫ്രൂട്ടിംഗ് ബോഡി, അഗാരിക്കസിന്റെ ഫ്രൂട്ടിംഗ് ബോഡിയാണ് നമ്മൾ മഷ്റൂം എന്ന് പറയുന്നത്. മഷ്റൂം, പഫ് ബോൾ എന്നൊക്കെ പറയുന്ന സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു ബൈ സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അപ്പോൾ ബസിഡിയോമൈസിസിന്റെ ഫലമായിട്ട് ഈ പറഞ്ഞ സ്ട്രക്ചേഴ്സ് ഉണ്ടാകുകയും ഈ സ്ട്രക്ചേഴ്സിന്റെ, ഇപ്പോൾ മഷ്റൂം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ മഷ്റൂമിന്റെ ലോവർ സൈഡില് ധാരാളമായിട്ട് ബസീഡിയ എന്ന് പറയുന്ന ചില സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യും. ക്ലബ് ഷേപ്ഡ് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ ആകൃതിയിലുള്ള സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുകയും അതിനകത്ത് നിന്ന് ബസിഡിയോ സ്പോറുകൾ എന്ന് പറയുന്ന സ്പോറുകൾ ഉണ്ടാകുകയും ചെയ്യും. എക്സോജിനസ് ആയിട്ട് ഇങ്ങനെ ബസിഡിയോ സ്പോറുകൾ എന്ന് പറയുന്ന സ്പോറുകൾ ഉണ്ടാകും. ഇതുപോലെയുള്ള ധാരാളം സ്ട്രക്ചേഴ്സ് ഇതിന്റെ മഷ്റൂമിന്റെ അടിഭാഗത്ത് കാണപ്പെടുന്ന ഗിൽസ് എന്ന് പറയുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ ഗിൽസിന് സമാനമായിട്ട് തോന്നുന്ന ചില സ്ട്രക്ചേഴ്സ് ഇവിടെ ഉണ്ടാകുകയും അതിനകത്ത് ആണ് ധാരാളമായിട്ട് ഈ ബസിഡിയോ സ്പോറുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷന്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത്. സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷന്റെ ഫലമായിട്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഡൈകാരിയോൺ എന്ന് പറയുന്ന ഒരു സെല്ല്, ഡൈകാരിയോൺ എന്ന് പറയുന്ന 2 ന്യൂക്ലിയേറ്റഡ് സെല്ല് രൂപം കൊള്ളുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട്. ബസിഡിയോമൈസിസിനകത്ത് ഡൈകാരിയോൺ എന്ന് പറയുന്ന ഒരു 2 ന്യൂക്ലിയേറ്റഡ് സെല്ല് ഫോം ചെയ്യുന്നു ബൈ സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അപ്പോൾ സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ 2
ഫംഗൽ ഹൈഫൈ ഓഫ് ഓപ്പോസിറ്റ് മേറ്റിംഗ് സ്ട്രെയിൻസ് കം ക്ലോസർ. ഇങ്ങനെ രണ്ട് ഫംഗൽ ഹൈഫൈ അടുത്തടുത്ത് വരികയും അവിടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഡിസന്റിഗ്രേറ്റ് ചെയ്യുകയും അവിടെ രണ്ട് ന്യൂക്ലിയസുകൾ ചേർന്ന് 2 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഒരു സെൽ ഉണ്ടാകുകയും ചെയ്യും. ഈ 2 ന്യൂക്ലിയേറ്റഡ് സെല്ലിനെയാണ് ഡൈകാരിയോൺ എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഡൈകാരിയോൺ. ഈ ഡൈകാരിയോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഡൈകാരിയോൺ ഡിവൈഡ് ചെയ്തിട്ട് 2 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള തന്നെ ഒരു ഫംഗൽ ഹൈഫ ഉണ്ടാകുകയും ആ ഫംഗൽ ഹൈഫയിൽ നിന്നാണ് ഈ പറഞ്ഞ ഏരിയൽ ഫ്രൂട്ടിംഗ് ബോഡി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെ ഏരിയൽ ഫ്രൂട്ടിംഗ് ബോഡി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയൽ ഫ്രൂട്ടിംഗ് ബോഡിയിൽ വെച്ച് മൈസീലിയം അതിൽ നിന്ന് എന്തായിട്ട് മാറുന്നു? ഇവിടെ ബെസിഡിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആയിട്ട് മാറും. ആ ബെസിഡിയം എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് ഈ രണ്ട് ന്യൂക്ലിയസുകൾ കാണപ്പെടുന്ന രണ്ട് ന്യൂക്ലിയസുകൾ ഫ്യൂസ് ചെയ്ത് ഒരു സിംഗിൾ ന്യൂക്ലിയസ് ആയിട്ട് മാറുകയും അത് മിയോസിസിന് വിധേയമാകുകയും അല്ലെങ്കിൽ ഊനഭംഗത്തിന് വിധേയമാകുകയും അങ്ങനെ 4 ഡാട്ടർ സെൽസ് ഫോം ചെയ്യുകയും ചെയ്യും. ഈ 4 ഡാട്ടർ സെൽസിൽ നിന്നാണ് ഏരിയലായിട്ട് ബെസിഡിയോസ്പോറുകൾ ഫോം ചെയ്യുന്നത്. അങ്ങനെയാണ് ബെസിഡിയോമൈസിസിനകത്ത് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. സോ റീപ്രൊഡക്ഷൻ ഇൻ ബെസിഡിയോമൈസിസ്. ബെസിഡിയോമൈസിസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ അഗാരിക്കസ്, അതുപോലെ തന്നെ പക്സീനിയ എന്നിവ അതിന് എക്സാമ്പിൾ ആണ്. മഷ്റൂം എന്ന് പറയുന്നത്, പഫ് ബോൾ എന്ന് പറയുന്നത്, ബ്രാക്കറ്റ് ഫഞ്ചി എന്ന് പറയുന്നത് ഇവയൊക്കെ ഈ ബെസിഡിയോമൈസിസ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് വരുന്നത്. അവിടെ എസെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷന്റെ ഫലമായിട്ട് സ്പോർ ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷന്റെ ഫലമായിട്ട് ബെസിഡിയം എന്ന് പറയുന്ന ചില സ്ട്രക്ചേഴ്സ് അതിന്റെ ഫ്രൂട്ടിംഗ് ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുകയും ആ ഓരോ ബെസിഡിയത്തിൽ നിന്നും ബെസിഡിയോസ്പോറുകൾ ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഡിറ്ററോമൈസിസ് അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ഫഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഇംപെർഫെക്റ്റ് ഫഞ്ചി എന്ന് പറയുന്നത് ഇപ്പൊ കൊളിറ്റോട്രിക്കം is an example for that. Colitotrichum alternaria ഇവയൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത ഡിറ്ററോമൈസിസ് ഈസ് ആൾസോ കാൾഡ് ഇംപെർഫെക്റ്റ് ഫഞ്ചി. അതിന് ഇംപെർഫെക്റ്റ് ഫഞ്ചി എന്ന് പറയുവാനുള്ള കാരണം എന്ന് പറയുന്നത് അതിനകത്ത് സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എസെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ മാത്രമാണ് ഡിറ്ററോമൈസിസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഏതാനും ഫംഗസുകളിൽ കണ്ടെത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. അതിനകത്ത് സെക്സ്വൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിനെ നമ്മൾ ബെസിഡിയോമൈസിസിലേക്കോ അല്ലെങ്കിൽ ആസ്കോമൈസിസിലേക്കോ മാറ്റുവാൻ സാധിച്ചേക്കും. അങ്ങനെയുള്ള ഫംഗസുകളുടെ ഒരു ഗ്രൂപ്പാണ് ഡിറ്ററോമൈസിസ് എന്ന വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഡിറ്ററോമൈസിസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഫംഗസിന്റെയും പ്രത്യേകത അതിന്റെ ഫംഗൽ മൈസീലിയം എന്ന് പറയുന്നതും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെപ്റ്റേറ്റ് മൈസീലിയം ആണ്. സെപ്റ്റേറ്റ് മൈസീലിയം ആണ്. പലതും പാരസൈറ്റിക് ഫോം ആണ്, സാപ്രോഫൈറ്റിക് ആണ്. പലതും പാരസൈറ്റിക് ഫോമുമാണ്. പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഫംഗസ് കൂടിയാണ് ഈ ഡിറ്ററോമൈസിസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുത്തിയിരിക്കുന്ന ഫംഗസുകൾ. So that is the classification of fungi. ഫഞ്ചിയുടെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന 4 ഗ്രൂപ്പുകൾ നിങ്ങൾ പഠിച്ചിരിക്കുക. ഒന്ന് ഫൈക്കോമൈസിസ് അല്ലെങ്കിൽ ആൽഗൽ ഫഞ്ചി, രണ്ടാമത്തേത് ആസ്കോമൈസിസ് അല്ലെങ്കിൽ സാക്ക് ഫഞ്ചി, മൂന്നാമത്തേത് ബെസിഡിയോമൈസിസ് അല്ലെങ്കിൽ ക്ലബ് ഫഞ്ചി. ക്ലബ് ഫഞ്ചി. ഇനി ഡിറ്ററോമൈസിസ് അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ഫഞ്ചി. അങ്ങനെ 4 ഗ്രൂപ്പുകളാണ്. അതിൻ്റെയൊക്കെ എക്സാമ്പിൾ സഹിതം നമ്മൾ പഠിച്ചിരിക്കണം. അതിൻ്റെ റീപ്രൊഡക്ഷനെ സംബന്ധിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം.